തെരഞ്ഞെടുപ്പിലെ പരാജയം കൊല്ലത്ത് കോൺഗ്രസിലെ തുറന്ന പോരിലേക്ക് പോയിരിക്കുകയാണ്. കുന്നത്തൂർ വെസ്റ്റ് കല്ലട കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിടിച്ചെടുത്തു. കോൺഗ്രസ് ഭവന്റെ നെയിം ബോർഡിൽ കരിയോയിൽ ഒഴിച്ച് ഓഫീസ് താഴിട്ട് പൂട്ടി. DCC ഭാരവാഹികളായ കരോളി ശശിയും കല്ലട ഗിരീഷും ചേർന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചെന്നാരോപിച്ചാണ് പ്രതിഷേധം. വിവരങ്ങൾ മനോജ് ചേരുകയാണ്. മനോജ്, നമുക്ക് അടികൂടാൻ പുറത്തുനിന്ന് ആരും കിട്ടിയില്ലെങ്കിൽ നമ്മൾ തന്നെ മതി എന്നുള്ള കോൺഗ്രസിൻ്റെ ആ ഒരു സമ്പ്രദായം ഇവിടെ തുടരുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം? ശ്യാം, കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ, അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുവാനായി DCC അംഗങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങി, അല്ലെങ്കിൽ റിബൽ സ്ഥാനാർത്ഥികളെ നിർത്തുകയും അത്തരത്തിലൊരു ചതി അവിടെ നടന്നു എന്നുള്ളതാണ് ഈ പടിഞ്ഞാറ കല്ലടയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അടക്കം ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ കോൺഗ്രസ് ഭവൻ എന്ന ഈ മണ്ഡലം കമ്മിറ്റി ഓഫീസിലേക്ക് നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തുകയും ഈ ഓഫീസിൻ്റെ നെയിം ബോർഡ് കരിയോയിലൊഴിച്ച് മായ്ക്കുകയും പിന്നീട് ആ ഓഫീസ് താഴിട്ട് പൂട്ടി കൈക്കലാക്കുകയും ചെയ്യുന്നത്. അതായത് ഈ ഒരു കോൺഗ്രസിൻ്റെ ഓഫീസ് പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. DCC അംഗങ്ങളായിട്ടുള്ള രണ്ടു പേർക്കെതിരെയാണ് ശക്തമായിട്ടുള്ള ആരോപണം ഉയരുന്നത്. ഇവരാണ് ഈ തോൽവിക്ക് നേതൃത്വം നൽകിയതെന്നും പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം വലിയ ഒരു സംഘർഷ സാധ്യത തന്നെ സ്ഥലത്തുണ്ടായിരുന്നു. ഇതിൽ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ബ്ലോക്കിൻ്റെ ഭാരവാഹിയായിരുന്ന സുരേഷ് ചന്ദ്രൻ ഇപ്പോഴും പഞ്ചായത്ത് അംഗമാണ്. അതോടൊപ്പം തന്നെ നിതിൻ കല്ലട എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു പ്രതിഷേധമുണ്ടായത്. അതായത് പാർട്ടി പ്രവർത്തകർക്ക് അംഗീകരിക്കാനാവുന്നതിലും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. സ്വന്തം പാർട്ടിയിലെ നേതാക്കളെ തന്നെ, അല്ലെങ്കിൽ ഔദ്യോഗികമായി നിർത്തിയ സ്ഥാനാർത്ഥികളെ തന്നെ തോൽപ്പിക്കാൻ വേണ്ടി ചരട് വലിച്ചു എന്നുള്ളത് തന്നെയാണ് ഉയരുന്ന ആരോപണം. ഇതുതന്നെയാണ് കോൺഗ്രസിനുള്ളിലെ ഈ പോര്. അത് പിന്നീട് ഒരു വലിയൊരു സംഘർഷത്തിലേക്ക് അടക്കം കാര്യങ്ങൾ മാറിയത്. അതായത് ഇവിടേക്ക് ഇരച്ചെത്തിയ ഈ പ്രവർത്തകർ ചേർന്ന് താഴിട്ട് പൂട്ടി ആ കോൺഗ്രസ് ഭവൻ തന്നെ തങ്ങളുടേക്ക് മാറ്റുകയും അവിടെ DCC അംഗങ്ങൾക്ക് പ്രവേശനമില്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്നു. അത്തരത്തിൽ ജില്ലാ ഭാരവാഹികളായിട്ടുള്ള ഈ മണ്ഡലത്തിൽ നിന്നുള്ള ആളുകൾക്കെതിരെയാണ് ശക്തമായി അവരുടെ പേരെടുത്തു പറഞ്ഞ് തന്നെയാണ് ഈ ഒരു പ്രതിഷേധവും രേഖപ്പെടുത്തുന്നത്.